ഈ അടുത്ത മാസമാകുമ്പോഴും 2026 മെയ് 1 മണിയമ്പിള്ള രാജു എന്ന കഥാപാത്രത്തിന് 45 മണിയമ്പിള്ളയ്ക്ക് 45 വയസ്സ് തികയാണ്. എങ്ങനെയാണ് ആ സിനിമയിലേക്ക് വന്നത്? അത് ഈ ഞാൻ പറയും മത്സരങ്ങൾ പോകുമ്പോൾ എല്ലാത്തിലും പങ്കെടുക്കുന്ന ഒരു വാശി ഇപ്പോൾ ഉള്ള പോലെ തന്നെ മേനൊരു വാശിയുള്ള ആളാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ്. അദ്ദേഹം വരും, ഇംഗ്ലീഷ് പ്രസംഗ മത്സരം, മലയാള പ്രസംഗ മത്സരം, ഏറ്റവും നല്ല നാടകം, ഏറ്റവും നല്ല നടൻ, ഏറ്റവും നല്ല സംവിധായകൻ, ഏറ്റവും നല്ല മ്യൂമിക്രി ആർട്ടിസ്റ്റ് എല്ലാം അന്ന് ഈ എക്സിബിഷൻ, ഓൾ ഇന്ത്യ എക്സിബിഷൻ്റെ പ്രൈസ് കിട്ടുന്ന മേനനാണ്. ഞാൻ മോണാക്ടിന് മാത്രമേ മത്സരിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഒരു പ്രാവശ്യം സെക്കൻഡ് കിട്ടി, ഒരു പ്രാവശ്യം തേർഡ് കിട്ടി. എപ്പോഴും മേനനാണ്. അന്നേ പുള്ളി അങ്ങനത്തെ ഒരാളായിരുന്നു. അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ടു മെലിഞ്ഞൊരാൾ. അതെല്ലാം ഞാൻ 75 ചാൻസ് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പുള്ളിയെ വഴി വെച്ച് കണ്ടു. എന്നെ മനസ്സിലായി. ഞാൻ പറഞ്ഞു ബാലേന്ദ്രനല്ലേ, നമുക്ക് അന്നും ആരാധനയില്ല, ഇത്രയും വലിയ കലാകാരൻ, ഇത്രയും അംഗീകാരങ്ങൾ കിട്ടിയ ആളില്ല. ഞങ്ങൾ എന്താ ഇവിടെ, ഞാനിപ്പോൾ നാനിയുടെ ലേഖകനാണ്. ഞാൻ വേറൊരു സ്ഥലത്ത് താമസിക്കുകയാണ്. പിന്നെ കാണും. പിന്നെ അവിടെ ഞാൻ ദിവസം വൈകുന്നേരം അയ്യപ്പൻ കോലി പോകും. 2 കാര്യങ്ങളാണ്. ആ കുടമ്പകത്ത് എൻ്റെ ഹോട്ടലിൽ ഉമ്മാലവഴിയിൽ നിന്ന് ഇറങ്ങി ആ ബ്രിഡ്ജ് കയറി ബ്രിഡ്ജിൻ്റെ നടുക്കെത്തുമ്പോൾ ഒരു സ്റ്റെപ്സ് ഉണ്ട്. അത് താഴോട്ട് ഇറങ്ങുമ്പോൾ താഴെ മഹാലിംഗപുരം. റൈറ്റോട്ടൊരു 100 മീറ്റർ 50 മീറ്റർ പോയാൽ നസീർ സാറിൻ്റെ വീട്, ആ കോർണറിൽ ശശിയുടെ വീട്, നടന്ന് 50 മീറ്റർ ഇവിടെ അയ്യപ്പൻ കോഴി, ശാസ്ത്രം കോലി, മദ്രാസില്ല. അപ്പോൾ ഈ പടി ഇറങ്ങിക്കഴിഞ്ഞ് ഒരു സ്വപ്പം അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഗോപിയും രാജൻ ശങ്കരാടിയും ബാലേന്ദ്രനും കൂടെ താമസിക്കും. അവരേതോ ഗോപി ചുമ്മാ രാജൻ ഏതോ മരക്കടയിൽ കണക്കെഴുതി തന്നിട്ടുണ്ട്. മേനോൻ നാനയുടെ ലേഖനാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് പരിചയപ്പെട്ടു. വലിയ കാര്യമായി. അപ്പോൾ അവർ കഞ്ഞി വയ്ക്കും. ഞാൻ ഈ അമ്പലത്തിൽ പോകുന്ന സമയത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ കയറും. അപ്പോൾ മേനം ആ രാജനെ വിളിച്ച് പറയും, ആ കഞ്ഞിയിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ എടുത്ത് ഒഴി, ഒരു കൂടെ വരുന്നുണ്ട് എന്ന് പറയും. അങ്ങനെ കഞ്ഞിയിൽ വെള്ളം കൂടുതൽ എടുത്ത് എനിക്കൊക്കെ തരുമായിരുന്നു. അങ്ങനെ പിന്നെ അതിൽ രാജൻ എന്തോ ആരോ വെളിയിൽ പോകുമ്പോൾ അവിടെ കഞ്ഞി വെക്കുന്നത് പോയി. ഞാൻ അയ്യപ്പൻകോലി പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 50 പൈസയ്ക്ക് പായസം കിട്ടും. അതുപോലെ 50 പൈസയ്ക്ക് ഈ സൈസ് വലിയ അട, തിരുവനന്തപുരത്ത് അട എന്ന് പറയും, ഇലയട. അതിനകത്ത് തേങ്ങയും ശർക്കരയും വെച്ച സംഭവമാണ്. അപ്പോൾ തൊഴുകയും ചെയ്യും. തൊഴാൻ സമയത്ത് അവിടെ ജയിച്ചതിനൊക്കെ എന്താ പറയുക, ചെണ്ട വായിക്കാൻ വരും, തിരക്കുള്ള ഗായനായിട്ടും. അവസ്ഥയൊക്കെ പറയും പുള്ളി ഇങ്ങനെ കാണിക്കും. ഞാൻ ആലോചിക്കണം, പിൽക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ ജയചന്ദ്രൻ്റെ അനന്തരമുള്ളതാണ് എൻ്റെ രണ്ടാമത് മോൻ കല്യാണം കഴിച്ചത്. അത് പിന്നത്തെ കഥ. അപ്പോൾ ഞാൻ ചെന്ന് വാങ്ങിക്കും. അപ്പോൾ ഈ കൗണ്ടർ ചെല്ലുമ്പോൾ തന്നെ രസമാണ് ഈ വിൽക്കുന്ന ആൾ. ഇവിടെ എത്ര പായസം? 4 പായസം. അവിടെ എത്ര? 2 പായസം. ഇവിടെ 2 അടയല്ലേ? ഇവിടെ 3 പായസം. ഇവിടെ 5 പായസം ഒന്നിച്ച് പൊതിയണോ, തനിയെ പൊതിയണോ? എന്നാ ഇവിടെ പായസം. ഇവിടെ ഒരു പായസം. എനിക്ക് വേറൊരു മോഡുലേഷനിൽ ഒരു പായസം തരും. ഞാനത് കഴിക്കും, അല്ലെങ്കിൽ ഒരു അട കഴിക്കും. അപ്പോൾ അന്ന് മധുരം കൂടുതൽ കഴിച്ചുകൊണ്ടായിരിക്കണം പിൽക്കാലത്ത് ഷുഗറൊക്കെ വന്നെന്ന് തോന്നുന്നത്. എന്താ അറിയില്ല. അത് എനിക്ക് ഞാൻ ഓക്കെയാണ്. ഇപ്പോൾ ചന്ദ്രമോഹന് താമസിക്കുമ്പോൾ ഈ പറഞ്ഞ ഈ വീട്ടിൽ നിന്ന് 100 രൂപ എപ്പോഴും വരുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി ഹോട്ടലിൽ താമസിച്ചു. അപ്പോൾ രാവിലെ പോയി 3-4 ഇഡലി കഴിക്കും. അന്ന് 10 വയസ്സേ ഉള്ളൂ. ഉച്ചയ്ക്ക് ജനതാ മീൽസ് ഉണ്ട്. അതിനകത്തൊരു ചെറിയ കോംപ്ലക്സ് വരും. കാര്യം 1.5 രൂപ കൊടുക്കുന്നൊരു ഇലയിൽ എല്ലാം ഇട്ട് ഊണാണ്. ഈ ജയിലിൽ കൊടുക്കുന്ന ഒരു അലുമിനിയം പ്ലേറ്റ്, പുറലൊക്കെ ഒരു പ്ലേറ്റിൽ ചോറ്, സാമ്പാർ, രസം, അവിയലൊന്നുമില്ല, തൈര്, ഒരു അച്ചാർ, തൈരില്ല, മോര്, ഒരു അച്ചാർ, പപ്പടം പോലും ഇല്ല. അപ്പോൾ ഇത് 1 രൂപ 80 പൈസയേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ 1.5 രൂപ ഉണ്ടിൽ എന്ന് പറഞ്ഞിട്ട് അവരിന്ന് കഴിക്കുന്ന നമ്മൾ കാണും. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വൈകുന്നേരം ഇത്. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് മാറ്റി വൈകുന്നേരം ചെന്നിട്ട് ഈ സെറ്റിലൊക്കെ അഭിനയിക്കാൻ പറയുമ്പം നടികളൊക്കെ എല്ലാവരും സാത്തുക്കുടി ജ്യൂസ് കുടിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഈ പിൽക്കാലത്ത് ആദ്യം ഇത് വന്ന സമയത്തും അവർക്കൊരു ആയ വന്നപ്പോഴത്തേക്കും ഒരു തമിഴ് കുഞ്ഞു വഴിവിട് അമ്മാവക്ക് ജ്യൂസ് കൊണ്ടുപോയിട്ട് വഴിവിട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നടന്നു. അപ്പോൾ അന്നും ഈ പറഞ്ഞ ഒരു ആണുങ്ങളും പെണ്ണുങ്ങളും ജ്യൂസ് ഇല്ല. അപ്പോൾ ഞാൻ ഈ അസിസ്റ്റൻ്റ് ചോദിച്ചു, എന്തിനാണ് ഈ സാത്തുക്കുടി ജ്യൂസ്? സാർ കളർ വരും സാർ, ആപ്പിൾ മാറി കളർ വരും. നമ്മൾ ആപ്പിൾ മാറി കളർ വരണമെങ്കിൽ ആപ്പിളല്ലേ ചാപ്പിട വേണ്ടി വരും. അല്ല, இந்த സാത്തുക്കുടി ജ്യൂസ് ഇവിടുത്തെ മൊസംബി എന്ന് പറയും, അല്ലെങ്കിൽ മൊസംബി എന്നാണ് പറയുന്നത്, ഗ്രീൻ ഓറഞ്ച് എന്താ. അപ്പം അതുകൊണ്ട് അന്ന് അതിന് 50 പൈസയേ ഉള്ളൂ ഒരു ഫുൾ ഗ്ലാസ്. 4 മറ്റേ മെഷീനിൽ വെച്ച് എന്ന് പിഴിഞ്ഞ് തരും. അപ്പം ഞാൻ രാത്രി ഇഡലി കെട്ടിയത് കളർ വരണമല്ലോ, പിടിച്ച് നിൽക്കേണ്ടത് ഇതിനകത്ത്. അങ്ങനെ കുറേ ദിവസം സാത്തുക്കുടി ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം എസ് കുമാറിൻ്റെ ഒരു കത്ത് എനിക്ക് വന്നിരുന്നു കാറിൽ. അന്ന് പരിചയപ്പെട്ടതല്ലേ സുധീർ കുമാറിൻ്റെ അഡ്രസ്സ് എനിക്ക് കിട്ടി. എനിക്ക് സംഭവമുണ്ട്, എനിക്ക് അടയാർ ഫിലിം ചേർന്നാൽ കൊള്ളാമെന്നുണ്ട്, അതിനെന്തെങ്കിലും വഴിയുണ്ട്. അപ്പോൾ ഞാൻ മറുപടി അയച്ചു കാർഡിൽ തന്നെ. ഈ പറഞ്ഞൊരു സിനിമാട്ടോഗ്രാഫിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ പ്രീ ഡിഗ്രി പാസ്സായിരിക്കണം, സയൻസ് ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിച്ചാലൊക്കെ കിട്ടുകയുള്ളൂ, അല്ല ബികോമോ കോമേഴ്സോ അതൊന്നും പഠിച്ചവർക്കൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് വലിയ ആഗ്രഹമായിരുന്നു അന്നേ. പുള്ളി പിന്നെ അങ്ങനെ പോകുന്ന സമയം. അങ്ങനെ ഈ ഉമാരാഴ്ച ഞാൻ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ സുരേഷ് കുമാർ വന്നു. എന്നിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ നമുക്ക് പരിചയമുണ്ടല്ലോ, ഒരു ഏര വന്നു.
പരിചയമുണ്ടല്ലോ സംഭവം ചെയ്ത് ഞാൻ ഇന്നിപ്പോൾ ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, എല്ലാ ഡീറ്റെയിൽസ് എന്താ ഞാൻ അവിടെ ചോദിക്കാം. ഡയറക്ഷൻ്റെ കോഴ്സ് എന്താണ്, എനിക്ക് ശരിക്കും അറിയില്ല ഡയറക്ഷൻ എന്തൊക്കെയാണ്. എനിക്കറിയാം, അറിഞ്ഞ ഇയാൾ ഇറങ്ങി പോകില്ല. അപ്പോൾ പിടിച്ച് നിർത്തി 12:30 നമ്മൾ നോക്കുവാണെങ്കിൽ ഫുഡ് കഴിക്കാം അവിടെ ക്വാളിറ്റി പോകാം. അങ്ങനെ ക്വാളിറ്റി പോയിട്ട് ഞങ്ങളൊരു ഒരു ഓംലേറ്റൊക്കെ വാങ്ങിച്ചത്. അന്ന് 60 പൈസയൊക്കെയാണ് ഓംലേറ്റിന് 25 പൈസ. അങ്ങനെ സുരേഷിന് അഡ്മിഷൻ വാങ്ങിച്ചില്ല. അങ്ങനെ ഒരു സംഭവം സുരേഷുണ്ട്. പിന്നെ ഹരി എൻ്റെ റൂംമേറ്റാണ്. ഞാനും ഹരിയും ചെറിയാന്നുള്ള ക്യാമറമാനാണ് ഹോസ്റ്റൽ. ഹരിക്ക് ഡൽഹി ദൂരദർശൻ ജോലി കിട്ടി. ഹരി അറിയാനുള്ള റെക്കോർഡ്സ് എത്രയോ പടങ്ങൾ നാഷണൽ അവാർഡ് അടൂർ കോളേജിലൂടെയൊക്കെ വർക്ക് ചെയ്തതല്ലേ. അങ്ങനെ ഹരി എനിക്ക് കാണാം. ലോക പിശുക്കനാണ് ഹരി, അന്നും ഇന്നും. ഹരി വന്നപ്പോൾ ഞാൻ ഡൽഹിയിൽ എങ്ങനെ സംഭവം, ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് അവനെ ആദ്യമായിട്ടും അവസാനമായിട്ട് കൃഷി ചെയ്ത് ഫുഡ് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഡൽഹിയിൽ നിന്ന് വരും മറ്റാത്തി ഇറങ്ങാതെ പോയി വിളി എനിക്ക് വാങ്ങിച്ച്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഹരി. ഈ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഞാൻ പത്മനാഭൻ ചേട്ടൻ്റെ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. പത്മനാഭൻ ചേട്ടൻ്റെ കൂടെ എവിടെ എന്നുള്ള സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. അപ്പം എല്ലാ ദിവസവും രാവിലെ ഒരു താരം മെസ്സിയിൽ നിന്ന് ഈ ഇഡലിയും ദോശയൊക്കെ കൊണ്ടുവരുമ്പോൾ ഐസ് പോലെ സാമ്പാറൊക്കെ ഭയങ്കര തണുപ്പാകും. നമ്മളൊക്കെ സെറ്റായിട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാം തണുത്തിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ജോസ് പ്രസാദിൻ്റെ മകളുടെയാണ് ഹസ്ബൻഡ് ഒരാളുണ്ട്, ഫുൾ സൂട്ടിൽ നടക്കുന്ന ഒരാളാണ്. അദ്ദേഹം അവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെയാണ് ആ സ്കൂളൊക്കെ. അപ്പം ഈ ഇഡലി നടക്കുന്നപ്പോൾ ഞാൻ ഈ ചേച്ചി നല്ല സ്വഭാവമാണ് ജോസ് പ്രസാദിൻ്റെ മോൾ. ഞാൻ എനിക്ക് ഭയങ്കര കൊതിയുണ്ട് ഒരു ബുൾസൈ കഴിയും എന്നുള്ള ഭയങ്കര ആഗ്രഹം. സിനിമയിലൊക്കെ ഞാൻ അറിയപ്പെടുന്ന ആളായി കഴിഞ്ഞു കൂടെ അവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്ക്. അതിനെന്താ വന്നിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഫ്രണ്ടിൽ പടി കയറി ഒരാളെ സെറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ ഇരുന്നപ്പം 2 സ്ലൈസ് ബ്രെഡും ബുൾസൈ ആയിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പം ചോദിച്ചു കുടിക്കാൻ ചായ കാപ്പി. നമ്മൾ അതൊക്കെ ഇതിലുണ്ട്, എനിക്ക് ഗ്ലാസ് വെള്ളം തന്നാൽ അവരകത്തോട്ട് പോകും. ഞാൻ ഈ ബ്രെഡ് ഇങ്ങനെ എടുത്തിട്ട് ബുൾസൈ ഇങ്ങനെ എടുത്തപ്പോഴത്തേക്കും മറ്റേ പുള്ളി ഇങ്ങനെ നടന്നു, മറ്റേ ഫുൾ സൂട്ട്. ഞാൻ ഗുഡ് മോർണിംഗ് സാർ, വാട്ട് ഇസ് ദിസ് ഇസ് എ ബുൾസൈ, ഗെറ്റ് അപ്പ്. ഇതിനകത്ത് തലവയില്ല, ഔട്ട് ഫുഡൊക്കെ പുറത്ത് ഇതിനകത്തൊന്നും പറ്റില്ല കേട്ടോ, പോ. ആ വിചാരത്തിൽ മൗസാറിൻ്റെ എക്സ്പ്രഷൻ ഇല്ല, കല്യാണം മറ്റേ സദ്യ നിന്ന് എനിക്ക് വരുന്നത് അത് കണ്ണൊക്കെ നിറഞ്ഞ്. അപ്പോൾ അതൊക്കെ നടന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പം ബ്ലൗസ് മാറ്റാനായിട്ട് സാരിയായിട്ട് സുഹാസിനി കയറി വരും. സുഹാസിനിയുടെ ആദ്യത്തെ മലയാളപ്പെടും. സുഹാസിനിയിട്ട് എന്ത് പറ്റി? ഞാൻ പറഞ്ഞ് ഇതാണ് സംഭവം എന്നാണ്. ഇനി ഇതിനകത്ത് കയറില്ല. എന്നിട്ട് താഴെ ഒരു മരത്തിൻ്റെ മൂട്ടിൽ പോയിട്ട് അവരുടെ ആയെ അടുത്ത് നിർത്തിയിട്ട് മാറ്റി നിർത്തിയിട്ട് അവർ അവിടെ നിന്നാൻ മാറി. ആ പടം തീരുന്നവരെ ആ മുറിയിൽ ഡ്രസ്സ് മാറ്റാൻ ആ വീട്ടിനകത്ത് അവർ കയറിയിട്ടില്ല. ഇന്നും ഇപ്പം 45 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇപ്പോഴും അഭിനയിച്ച് വന്നിച്ച് ഒരു കൊല്ലം മുമ്പ് സുഹാസിനി ഇപ്പോഴും നല്ല ഫ്രണ്ട്സാണ്. അപ്പോഴും വിളിക്കുകയൊക്കെ ചെയ്യും. അത് തന്നെ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ കണ്ണു നിറയുന്ന സീനാണ്. ഇതൊരു ടച്ചിങ് സീനാണ് ആഭിജാത്യത്തിൽ. മധുസാർ ഇങ്ങനെ ശാരദ ഹസ്ബൻഡാണ്, പക്ഷെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ തിക്കുറിച്ച് ചേട്ടനാണ് അച്ഛൻ. മറ്റേ മൂത്ത വരുമാൻ കളക്ടർ എന്താകെ വരുമ്പോഴത്തേക്കും നിനക്ക് ഇത്ര ധൃതിയാണ്, നീ അങ്ങോട്ട് എണീലെന്ന് പറഞ്ഞിട്ട് എണീപ്പിച്ചു വിടുന്നുണ്ട്. മസാൻ്റെ ഒരു ചിരിയുണ്ട്. ഞാൻ തിയേറ്ററിൽ നിന്ന് പൊട്ടിക്കറിയുന്ന സീനാണ് എല്ലാവരും. അത് ഞാൻ അടിച്ച് മാറ്റിയിട്ടുണ്ട്. അതാണ് ഓട്ടോയിൽ നമ്മൾ അങ്ങനെ സീൻ വേണം, മസ്റ്റായിട്ട് വേണം. അങ്ങനെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടാക്കി മോഹൻലാൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുമാരി ചേച്ചി നിനക്ക് ഇതിൻ്റെ കൂടെ നിനക്ക് പിന്നെ കഴിച്ചാൽ പോരാ, നിങ്ങൾ എണീറ്റ് പോകുന്ന പറയുമ്പോൾ മോഹൻലാൽ എണീറ്റ് പോകുന്ന സീനാണ്. അത് കണ്ണ് നനയ സീനാണ്. ഇങ്ങനെ ഫുഡിൻ്റെ കാര്യം പറയാൻ തുടങ്ങിയാൽ 100-150 കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത്. കൂടെ അവിടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നേരെ കോയമ്പത്തൂർ ഇറങ്ങി അവിടുന്ന് വണ്ടി വന്നിട്ട് മേട്ടുപ്പാളയം വഴി പോകും. അപ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് സ്ക്രിപ്റ്റ് എൻ്റെ തന്നു പത്മനാഭൻ ചേട്ടൻ. അപ്പോൾ പരിചയപ്പെടുത്തിയത് ഇന്നാരുടെ മകനാണ് ഉണ്ട്. അങ്ങനെ ഞാൻ പകുതിയോളം സ്ക്രിപ്റ്റ് വായിച്ചു. റൂമിൽ ചെന്ന് ഒരു വൈകുന്നേരം 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഫുൾ വായിച്ചു. ഔട്ട്സ്റ്റാൻഡിങ് സ്ക്രിപ്റ്റ്, അതിഗംഭീര സ്ക്രിപ്റ്റ്. ഞാൻ പത്മരാജനായിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ കുറേ സിനിമകളിൽ തന്നെയാണ് ഇത്രയും ഔട്ട്സ്റ്റാൻഡിങ് ഒരു ബ്രില്യൻ സ്ക്രിപ്റ്റ് കണ്ടിട്ടില്ല. താങ്ക് യു നന്നായിരുന്നു. ഒരു സജഷനുണ്ട്. എന്താണ്? ഞാൻ ചേട്ടൻ ഇപ്പോൾ കൊണ്ടുവന്നതിന് കുട്ടിയില്ലേ, ആ കുട്ടിയാണ് സുഹാസിനിയുടെ പിറകെ നടക്കുന്നതെങ്കിൽ, ആ പെയിനാണ് നടക്കുന്നതെങ്കിൽ ഇത് വർക്കൗട്ട് ആവില്ല. അത്യാവശ്യം എന്തെങ്കിലും ഒരു വേറൊരാൾക്ക് സംശയം വരുന്ന ഒരു പ്രകൃതമുള്ള ഒരാളാണെങ്കിൽ അത് നന്നാവില്ലെങ്കിൽ വർക്കൗട്ട് ആവില്ല. 3 ബൾബ് ഫീസായി മാത്രം. അപ്പോഴേ ഞാൻ വിചാരിച്ച് രാവിലത്തെ ടിക്കറ്റ് ആണെങ്കിൽ രാത്രിത്തെ ടിക്കറ്റ് എനിക്ക് ഉറപ്പാണ്. ഭയങ്കര സെൻസിറ്റീവാണ് സാർ. പുള്ളി അങ്ങ് പല്ലി അടിച്ചോണ്ടിരുന്നു. ഞാൻ പതുക്കെ അങ്ങ് ഇറങ്ങിപ്പോയി. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. കൺഫേമാണ്. ഇങ്ങനെ ഒരാൾ പറഞ്ഞില്ലേ, ഉറക്കമേ വന്നില്ല, ആരും വിളിയൊന്നും വന്നൊന്നുമില്ല. രാത്രിയായപ്പം ഒരു 11 2 സ്മോളൊക്കെ അടിച്ചിട്ടുണ്ട്. വന്ന് മുറിയിൽ തട്ടി കഴിഞ്ഞിട്ട് ഒരു ഫയൽ കൊണ്ടുവരുന്നു. ഇതിനകത്ത് ഈ ഫോട്ടോ ഉണ്ട്. ഇത് കുറേ പേര് അഭിനയിക്കാൻ ആഗ്രഹമാണ്. ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടോ? ഈ ഫോട്ടോ കണ്ടിട്ട് എനിക്കൊരു ജഡ്ജ്മെൻറ്റ് പറ്റുന്നില്ല. അതിലേ പയ്യൻ നാളെ രാവിലെ പരീക്ഷ ഇന്ന് തീർന്നു, നാളെ രാവിലെ പോകുന്നതിന് 8:30 വരുന്നുണ്ട്.
അപ്പോൾ രാജു വന്നൊന്ന് കാണാൻ എന്നൊക്കെ പറയും. പിറ്റേ ദിവസം രാവിലെ എന്നെ വിളിച്ച് 8:30 ഞാൻ ചെല്ലുമ്പോണ്ട് ഒരു പാൻറ്റും ഒരു ചുവന്ന സ്വെറ്റർ ആയിട്ട് ഒരു ഊശാൻ താടിയും മീശയൊക്കെ ഒരു പയ്യൻ വന്നിരിക്കും. അപ്പോൾ രാജു എൻ്റെ അടുത്ത് പറഞ്ഞു അവൻ കറക്റ്റായിരിക്കും. ഞാൻ പറഞ്ഞ് യവൻ സുഖാത്തിനെ കൂടെ നടന്നാൽ 100% മമ്മൂട്ടി സംശയിക്കും. ഒരു അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആകും തോന്നുന്നു പറയുന്നത്. ഇത് വർക്കൗട്ടാകുന്നതാണ്. ശരി, അയാളുടെ അച്ഛൻ്റെ പേരാണ് അയാൾ കിട്ടിയത്. അതാണ് നമ്മുടെ റഹ്മാൻ അവിടെ നിന്നാണ് സ്റ്റാറാകുന്നത്. അങ്ങനെയാണ് റഹ്മാൻ ആ കുറി വീഴുന്നത്. ഇനി വേറെ കണക്ഷൻ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു 3-4 വർഷത്തിന് മുമ്പ് ഞാൻ പാർത്താസിൽ എവിടെ നിൽക്കും, ഞാനും വൈഫും കൂടെ എന്തോ ഒരു വണ്ണമുള്ള പയ്യൻ വന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇന്നാരുടെ മകനാണ്, ഓളം ഇന്നാരുടെ മകനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളെ അങ്ങ് കൂടെ അഭിനയിക്കാൻ കൊണ്ടില്ല. ഓർമ്മയുണ്ട് കേട്ടോ, ഓർമ്മയാണ് സംഭവമുണ്ട്. നിങ്ങളതിന് കട്ട് ചെയ്യാനുള്ള കാരണക്കാരൻ ഞാനാണ്, വേറെ ഒന്നുമില്ല. ഇത് വർക്കൗട്ട് ആവില്ല ഞാനാ പറഞ്ഞു. അങ്ങനെയാണ് റഹ്മാൻ വന്നത്. ഞാൻ വെച്ചാൽ അടിക്കാൻ എൻ്റെ കൈ കയറി പിടിച്ച് താങ്ക് കേട്ടോ, ഒരിക്കലും മറക്കില്ല. കാര്യം എൻ്റെ കൈയും കാലും വിറച്ചിരിക്കുകയാണ്, എന്നെ കൊണ്ട് അഭിനയിക്കാൻ പറ്റില്ല. വീട്ടുകാരൊക്കെ നിർബന്ധിച്ചുകൊണ്ട് വന്നാണ് ചേട്ടൻ എന്നെ സഹായിച്ചിരുന്നത്. അയാൾ തിരിച്ച് താങ്ക്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ തുടങ്ങുന്ന ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് ഊട്ടിയിൽ നടക്കുന്ന സമയത്ത് ഒരു ബസ് നിൽക്കുന്നു. ഡൽഹിയിൽ നിന്ന് വരുന്ന പെൺകുട്ടികളാണ്, നല്ല സുന്ദരി പെൺപിള്ളേർ. ഞാൻ താഴെ ഇരിക്കുക, റഹ്മാനും രോഹിണിയായിട്ട് അവിടെ ഡാൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വന്ന പെണ്ണുങ്ങളൊക്കെ ഓ യു ഹൗ സ്വീറ്റ് ഹാൻസം ഹീസ് അയ്യോ ഹായ്. അപ്പം ഞാൻ മേക്കപ്പ് ഇട്ടുകൊണ്ട് മനസ്സിലായി ഞാൻ ഇതിൽ നടന്നു. വാട്ട്സ് ദാറ്റ് ഹീറോസ് നെയിം? ഞാൻ പറഞ്ഞു മണിയമ്പിള്ള രാജു. ഉടനെ അങ്ങോട്ട് ഹൈ മണിയമ്പിള്ള രാജു സ്വീറ്റ് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞാൽ അവർ വിളിച്ചിട്ട് പോയി. റഹ്മാൻ മനസ്സിലാവുന്നില്ല. റഹ്മാൻ ഞാൻ പറഞ്ഞ മനസ്സിലായി. പോകാൻ നേരത്തെ ഒരു പെണ്ണിന് സിമ്പതി, മേക്കപ്പ് ഇട്ടിരിക്കുകയില്ലേ, നടനാണെന്ന് മനസ്സിലായി. വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഈസ് റഹ്മാൻ. അത് റഹ്മാന് ഭയങ്കര ഫീലിംഗ് ആയി. അതുകൊണ്ട് റഹ്മാൻ്റെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല. അത്ര എനിക്ക് മറ്റേത് ഓക്കെ, പക്ഷേ ചേട്ടാ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴും വലിയതുണ്ട്. ഇവിടെ ഒരു വണ്ടി തട്ടിയെന്ന് പറഞ്ഞൊക്കെ വന്നപ്പോൾ ദുബായിൽ നിന്ന് വിളിച്ചു, ന്യൂസ് കണ്ട് വിളിച്ചാൽ ചേട്ടനും വല്ലതും പറ്റിയെന്ന് ചോദിച്ചു. ഭയങ്കര സ്നേഹമുള്ളതാണ്, മക്കളെ കല്യാണത്തിന് വിളിക്കും. സ്വീറ്റ് ബോയ് അന്നും ഇന്നും. മേനൻ്റെ അവിടെ എങ്ങനെ കഞ്ഞി കുടിക്കാൻ, വെള്ളം ചേർത്ത കഞ്ഞി കുടിക്കാൻ സ്ഥിരം പോകുന്ന സമയത്ത് ഒരു 200 പേജ് നോട്ട്ബുക്ക് പുള്ളി എടുത്തിട്ട് മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഞാൻ എഴുതിയൊരു സ്ക്രിപ്റ്റാണ്. നിൻ്റെ ദാരിദ്ര്യമൊക്കെ ഞാൻ കാണുന്നുണ്ട്, നിൻ്റെ ബുദ്ധിമുട്ട്, അമ്മ നിനക്ക് അയച്ച കത്ത്, നീ എൻ്റെ മുമ്പേ ഇരുന്ന് കരയൊക്കെ ഞാൻ ഇവിടെ പോകുമ്പോൾ നിന്നിൽ ആക്ടറിൻ്റെ സങ്കടം എനിക്കത്. ഈ പരം എന്തെങ്കിലും സിനിമ ഡയറക്റ്റ് ഞാൻ എടുക്കും, ഡയറക്റ്റ് നീ ആയിരിക്കും അതിലെ ഹീറോ എന്ന് പറയും. ഒരു പടം ചെയ്തിട്ടില്ല. പാചകത്തിന് കുറവില്ലാത്ത ആളാണ്, നാട്ടിൽ സരസ്വതി ഉണ്ടെങ്കിൽ. ആ പറഞ്ഞ കാര്യം തന്നെ ഒരു കൊല്ലത്തിനാകും പുള്ളി ഉത്രാടരാത്രി എന്നൊരു സിനിമ എടുത്തു. 75 70 അല്ല എന്താണ് എടുത്ത് എൻ്റെ നെഞ്ചിലൊക്കെ രോമമുണ്ട്, ഒരു പൊട്ടനായിട്ടാണ്, അങ്ങനെ കംപ്ലീറ്റ് ഷേവ് ചെയ്യിപ്പിച്ചത്. അതാണ് രോമം പിന്നെ തലച്ച് വളരാൻ കാരണം ശരീരത്തിൽ. അങ്ങനെ അതിനകത്തൊരു പൊട്ടൻ്റെ വേഷം ചെയ്തു. അത് കഴിഞ്ഞ് മേനോൻ്റെ അടുത്ത പടം രാധ എന്ന പെൺകുട്ടി, കലിക, സൂപ്പർ ഹിറ്റുകളുടെ മേളമായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ചാമരം എന്നുള്ള സിനിമയും കൂടെ ഭരതേട്ടൻ്റെ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മദ്രാസ് വെച്ച് ചിക്കൻ ബോക്സ് വന്ന് നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടി ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. പിന്നെ പോകാൻ വയ്യ, പൈസയില്ല. വീട്ടുകാരും പറഞ്ഞ് മടുത്തു, ഒന്നും ആവണമില്ല, ഈ 100 രൂപ മാസം ഇവിടെ അതിനേക്കാളും വേറെ എന്തെങ്കിലും അരിയും പല ഞാൻ മേടിക്കാൻ പറഞ്ഞിട്ട് കിട്ടില്ല. അങ്ങനെ സ്ക്രീൻ പ്രിൻറ്റിങ് ബിസിനസ് തുടങ്ങി. ഞാനും എൻ്റെ അനിയന്മാരൊക്കെ 2 പേരുണ്ട്, അവർ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ എൻ്റെ പൈസയൊക്കെ കിട്ടും. അതിന് അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകുമ്പം ഒരു ദിവസം ഒരു തലയെ കെട്ടിട്ട് ബാല്യന്ദ്രൻ കയറി വന്നു. നീ സ്ക്രീൻ പ്രിൻ്റ് ചെയ്യുന്നതല്ലേ, 2 കൊല്ലം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് നടനാവാൻ ആഗ്രഹിച്ചിട്ട് സ്ക്രീനിൽ താരമാകണമെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോൾ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ ഒതുങ്ങി, നീ അങ്ങനെ ഒതുങ്ങേണ്ടവനല്ല എന്ന് പറഞ്ഞ് പോയി. പിന്നെ അതിൻ്റെ അടുത്ത പടം ഒന്നും പുള്ളി വിളിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും രാത്രി 9:30 ഞാൻ നേരത്തെ ഉറങ്ങും, ജോലി വേറെ എന്തോ പരിപാടിയോ, 8:30 ഉറങ്ങും. ഇപ്പോഴും 9:30-10 മണിക്ക് തന്നെ ഉറങ്ങും. നേരെ ഹരി ഒരു ദിവസം വരുന്നുണ്ട്, സൗണ്ട് റെക്കോർഡിസ്റ്റ്. ഞാൻ ട്രെയിനിൽ വെച്ച് ബാലേന്ദ്രനെ കണ്ടു, ബേണാടിൽ വരുന്ന വഴിക്ക്. അപ്പോൾ നിൻ്റെ കാര്യം പറഞ്ഞു, നിന്നെ അത്യാവശ്യമായിട്ട് കാണണം, നീ ഇപ്പോൾ കീർത്തിയിട്ടുണ്ട്, ഷർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ വരുന്നില്ല, അവരൊക്കെ വലിയ ആൾക്കാർ. വാടേ നിന്നെ കാണണമെന്ന് പറഞ്ഞിടാ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഒന്ന് ചെല്ല്, നിന്നെ ഓർത്ത് വിളിക്കുന്നില്ലേ. ഞാൻ ഉടുപ്പൊക്കെ മാറ്റി ഞാൻ ഹരി വീട്ടിൽ പോയി. ഞാൻ നേരെ ആ രാത്രി നടന്ന് എൻ്റെ വീട്ടിൽ തമ്പാനൂർ മറ്റേ പാരമ്പുണ്ടൊക്കെ ഇല്ല, അവിടെ നിന്ന് നടന്ന് കീർത്തിപ്പോയി. ചെന്ന് തട്ടി മേന ഇരിപ്പുണ്ട്. ആ താരം കുളിക്കുന്ന ശ്രുതം കേൾക്കാം. നീ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഹരി പറഞ്ഞു നീ ഇവിടെ ഉണ്ടെന്ന്. അപ്പം അവിടെ കുളിയൊക്കെ തീർന്നു. അപ്പോൾ ഇവിടെ നിന്ന് അകത്തോട്ട് നോക്കിയിട്ട് അവിടുന്ന് അതാരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട്, പീറ്റർ സാറേ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പടത്തിലെ നായകൻ വന്നു, എൻ്റെ ഉപരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി രാത്രി വിളിച്ചുണർത്തിയിട്ട് ഊതയാണ്, കളിയാക്കലും കൂടെ ഉണ്ട് അദ്ദേഹം. പിന്നെ പുള്ളി വന്ന് ഇറങ്ങി വരും. പുള്ളിയുടെ ഫസ്റ്റ് ചോദ്യം പീറ്റർ സാറിന്, സുധീർ കുമാർ അല്ലേ? പറഞ്ഞു, ഇതിലെ നായകൻ സുധീർ കുമാറാണ്.
പരമൂലെ നായകൻ സുധീർ കുമാർ. മേനോൻ പറഞ്ഞു, എൻ്റെ വാക്ക് ഞാൻ പാലിച്ചു. നീ വിചാരിച്ച് ഞാൻ നിന്നെ മറന്നു നിന്നില്ലടാ, നിന്നെ കണ്ണക്കാരൻ ചെയ്യും. അന്ന് രാത്രിയാണ് ഞാൻ കളറിൽ സ്വപ്നം കണ്ടു തുടങ്ങി. എൻ്റെ പോസ്റ്റർ ഞാൻ വണ്ടി വന്നിറങ്ങും, ഉയ്യോ ഭയങ്കര സ്വപ്നമാണ്. അപ്പം അതിനകത്ത് വേണുനാഗല്യുണ്ട്. വേണുനാഗല്യത്തും പുള്ളി പറഞ്ഞു, ഞാൻ പരമെന്നുള്ള പേര് മാറ്റി മണിയമ്പിള്ള എന്നാക്കി. അപ്പോൾ വേണുവിൻ്റെ സജഷനാണ് നമുക്കൊരു അധവയം കൊണ്ടിട്ട് മണിയമ്പിള്ള, അതർ സൈഡ് ഓഫ് മണിയമ്പിള്ള, നമ്മൾ അങ്ങനെയാണല്ലോ പടത്തിൽ വരുന്നത്. വേണുവിൻ്റെ സജഷൻ മലനേരം കേട്ടു. അങ്ങനെയാണ് മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള എന്നുള്ള ടൈറ്റിൽ ആ സിനിമയ്ക്ക് വരുന്നത്. അങ്ങനെയാണ് മണിയമ്പിള്ള. പക്ഷേ മണിയമ്പിള്ള കഴിഞ്ഞിട്ട് 6-7 പടങ്ങളിൽ ഞാൻ അദ്ദേഹത്തിനോട് തുടർച്ചയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിച്ഛായ എന്നുള്ള പടത്തിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ കഥാപാത്രമാണ് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ കൂടെ നടക്കുന്ന ഒരാളാണ്. വളരെ നാളിന് ശേഷം ഞങ്ങളുടെ തമ്മിലൊരു കോമ്പിനേഷൻ വരികയാണ് പ്രതിച്ഛായ. അതിൽ അദ്ദേഹത്തിൻ്റെ മകൻ വരുമ്പോഴും അതിൻ്റെ കൂടെ ഞാനുണ്ട്. അത് സസ്പെൻസാണ് ആ ക്യാരക്ടർ. നല്ല സിനിമയായിരിക്കും, നല്ല വേഷമായിരിക്കും. ഈ മണിയമ്പിള്ള ടൈറ്റിൽ രാജു എന്നാണ് എഴുതി കാണിക്കുന്നത്. അതെ, പുള്ളി തന്നെ പറഞ്ഞു, ഈ പറഞ്ഞ സുധീർ കുമാർ എന്ന് വേണ്ട, നീ രാജു എന്ന് വെച്ചാൽ മതി. അങ്ങനെ ആ രാജു എന്നുള്ളതാണ് പിന്നെ കറങ്ങി തിരിഞ്ഞ് ഏത് രാജുവായി മണിയമ്പിള്ള രാജുവായ സിനിമ. അങ്ങനെ മണിയമ്പിള്ള കഴിഞ്ഞിട്ടുള്ള പിന്നുള്ള സിനിമകൾ എവിടെയെങ്കിലും സുധീർ കുമാർ എന്ന പേര് വന്നിട്ടില്ല. മുദ്രമോതിരം എന്നുള്ള സിനിമയിൽ അതിന് മുമ്പ് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി മണിയമ്പിള്ള എന്നീ പുതുമുഖങ്ങളും സ്റ്റാൻലി സുധീർ കുമാർ എന്നീ പുതുമുഖങ്ങളും ജൂലി എന്നൊരു നായയും ഞങ്ങൾ അവതരിപ്പിക്കുന്ന ടൈറ്റിൽ. പട്ടി ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. 3 പട്ടികൾ അങ്ങനെ ഒന്നിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി മരിച്ചു പോയി. സ്റ്റാൻലി നല്ല ആക്ടറാണ്. അപ്പം ശശികുമാർ സാറിൻ്റെ പടത്തിൽ എൻ്റെ തൊട്ട് കണ്ടിന്യൂറ്റി ആയിട്ട് വിളിച്ചുകൊണ്ടിരുന്ന വേഷങ്ങൾ. അന്നത്തെ കാലത്ത് ഈ സാറിൻ്റെ പടങ്ങളിലൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞവരൊന്നും പറയില്ല. 150 രൂപ, ആ കാലത്ത് 200 രൂപ, അതൊക്കെ സുഭിക്ഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സംഭവം. അങ്ങനൊക്കെ ആയിരുന്നു. പിന്നെയാണല്ലോ എല്ലാവരുടെയും പൈസ കൂടിയത് കാര്യങ്ങളൊക്കെ. ഏകദേശം ഒരു 50ഓളം സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷമാണ് നിർമ്മാതാവിൻ്റെ റോഡിലേക്ക് വരുന്നത്. ആദ്യം സഹനിർമ്മാതാവായിരുന്നു അല്ലേ? അങ്ങനെയല്ല, നമുക്കൊരു പടം എടുത്താലോ എന്ന് ചോദിച്ചിട്ട് പ്രിയൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് പ്രിയൻ, ഞാൻ, മോഹൻലാൽ, ശ്രീനിവാസൻ, ആനന്ദേട്ടൻ ഇത്തരം പേരും കൂടെ ചേർന്ന് ഞങ്ങൾ തൃപ്തി ആർട്സ് എന്ന് പറഞ്ഞിട്ട്, അതോ ജോവിയൽ ക്രിയേഷൻസ്, ഒരു ബാനർ രജിസ്റ്റർ ചെയ്തിട്ട് ഹലോ മൈ ഡിയർ റംഗ് എന്ന പടം ഉണ്ടാകും. എന്നാൽ ആ പടത്തിൻ്റെ കോസ്റ്റ് എത്രയെന്നറിയാം? മോഹൻലാൽ, ഞങ്ങൾ ആരും റെമ്യൂണറേഷൻ എടുത്തില്ല. ഇല്ലാതെ 2.5 ലക്ഷം രൂപയ്ക്ക് ആ പടം തീർന്നു. ഞാൻ ആ കോസ്റ്റ് പോയപ്പോൾ 2.5 ലക്ഷം രൂപയ്ക്ക് ആ പടം തീർന്നു. ആ പടം അന്ന് നല്ല പടം, രസമുള്ള പടമായിരുന്നു. ഈ പ്രിയദർശൻ 15-16 ദിവസം കൊണ്ട് തീർത്തു. ആ പടം ഈ പറഞ്ഞ ഒരു 25,000 രൂപയോളം നഷ്ടമായിരുന്നു അന്ന്. അങ്ങനെ ഗാന്ധി ബാലം പറഞ്ഞു 25,000 രൂപയോളം നഷ്ടം വന്ന സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അന്ന് സാറ്റലൈറ്റും ഒറ്റിട്ടൊന്നുമില്ല. അങ്ങനെ സാറ്റലൈറ്റിൻ്റെയൊക്കെ കച്ചവടം നടന്നപ്പോഴത്തേക്കും ഓരോ സ്ഥലത്തു നിന്ന് 50 രൂപ വെച്ച് കിട്ടിയപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും 10 രൂപ വെച്ച് ഷെയർ ചെയ്യും. 50 രൂപ കിട്ടും. അങ്ങനെ 50,000 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട്. അതാണ് ആ പടത്തിലുള്ളത്. അത് കഴിഞ്ഞിട്ട് വെള്ളാനങ്ങളുടെ നാട് ഞാൻ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കോസ്റ്റ് അന്ന് 20 ലക്ഷമായി. അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ അനന്തഭദ്രം 40 ലക്ഷം രൂപയായി. അനശ്വരം എടുത്തപ്പം എ ഓട്ടോ എടുത്തപ്പോൾ 24 ലക്ഷം രൂപയായി. കണ്ണെഴുതി പൊട്ടുന്നതൊക്കെ എടുക്കുമ്പോൾ അതൊരു 25 ലാക്സിനകത്ത് നിന്ന് 25 ലാക്സിന് താഴെ അതിനകത്ത് നിന്ന്. പിന്നെ അത് ഞാൻ പാവാടയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരു 5.5 കോടി രൂപകളായി. പിന്നെ അങ്ങോട്ട് കോടികളാണ്. ഈ കൂടുതലും മോഹൻലാലിൻ്റെ സിനിമകളായിരുന്നല്ലോ. ഈ പറഞ്ഞ ഒരു 5 സിനിമ നിർമ്മിച്ചിട്ടുണ്ട് മോഹൻലാൽ. മമ്മൂട്ടിയുടെ അനശ്വരം മാത്രമേ സിനിമ എടുത്തിട്ടുള്ളൂ. ഈ അനശ്വരം എന്നുള്ള പടത്തിന് അന്ന് ഞാൻ വെള്ളി നക്ഷത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പം അതിൻ്റെ കവറിന് വേണ്ടിയിട്ട് ഷരാക്ക കാർണിക് എന്നൊരു നടിയുടെ ഫോട്ടോ എടുത്ത് ഞാൻ മഹാറാണി ഹോട്ടലിൽ വന്ന് ഫോട്ടോ എടുത്ത് തിരിച്ച് ട്രിവാൻഡ്രത്ത് എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടുത്തെ നായിക മാറ്റിയെന്നറിയുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും ലൊക്കേഷനിലേക്ക് ഇവിടുന്ന് അവിടെ വന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ അന്ന് ശങ്കരാടി ചേട്ടനും മമ്മൂട്ടിയും കൂടെ ഉള്ള സീൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നായിക എത്തിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു പെൺകുട്ടി വേർ ഈസ് മിസ്റ്റർ മമ്മൂട്ടി എന്ന് ചോദിച്ച് കയറി വരുന്നത്, ശ്വേത മേനോൻ. അങ്ങനെ മലയാള സിനിമയ്ക്ക് നൽകിയ ഒരു മണിയമ്പിള്ള. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബോംബെ പോയി കണ്ടപ്പം ഒരു ചെയറിൽ അപ്പുറം സോഫയിൽ അവിടെ നിൽക്കുന്നു. ഞാൻ ഇരിക്കാൻ പറഞ്ഞു. അവരും സോഫയിലേക്ക് സംസാരിച്ചപ്പോൾ ഞാൻ നോക്കി ഓക്കെ, ഒരു ആംഗ്ലോ ഇന്ത്യൻ ലുക്കുണ്ട്. അങ്ങനെ എടുക്കാന്ന് വെച്ചാൽ അതിനെ കാസ്റ്റ് ചെയ്ത് എല്ലാം വന്നു. എയർപോർട്ടിൽ ഇവരെ പരിചയമില്ലാത്ത ആരും വിളിക്കാനായിട്ട് ഞാനും പ്രൊഡക്ഷൻ മാനേജറെ പോയത്. ഈ ഫ്ലൈറ്റ് ഇറങ്ങി നടന്നു വരുന്ന കണ്ടപ്പോഴത്തേക്കും ഞാൻ തകർന്നു പോയി. കവാ എന്ന് പറഞ്ഞ ഒരാൾ നടന്നു വരുന്നു. ഞാൻ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വന്നുപോയി. ഞാനായിട്ട് മമ്മൂട്ടി തന്നെ പറയുമായിരുന്നു. അങ്ങനെ മമ്മൂട്ടി സെറ്റ് വന്നപ്പം ഇത് കണ്ടപ്പോൾ തന്നെ മൂടോട്ടായി. കുറച്ച് നമ്മുടെ സുരേഷ് കുമാർ എന്തോ ആവശ്യത്തിനപ്പോൾ അവിടെ കയറിയപ്പോൾ സുരേഷ് കുമാറിൻ്റെ ചോദിച്ചു, ഇങ്ങനെയുണ്ട്? സുരേഷ് കുമാർ സപ്പോർട്ട് ചെയ്തു. ഭയങ്കര മോശം. സുരേഷ് സ്ട്രെയിറ്റായിട്ട് അഭിപ്രായം പറയുന്നതാണ്, വളരെ മോശം എന്ന് പറയും. അങ്ങനെ അത് അവിടെ തീർന്നു. അപ്പോഴാണ് ഞാൻ 2 ദിവസം മുമ്പ് സെറ്റിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു ഒരു പെൺകുട്ടി വന്നത്.
ഞാൻ മമ്മൂട്ടി കറക്റ്റ് 2 ദിവസം മുമ്പ് ആ കുട്ടിക്ക് ഒരു ആംഗിളിൽ കൊണ്ട് റോളാണ് അതിനടുത്ത് സ്ക്രീൻ ടെസ്റ്റ് എടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു VHS ക്യാമറ ഒക്കെ കൊണ്ടുവന്നിട്ട് എടുത്തു. മമ്മൂട്ടിയെ കാണിച്ചു കൊള്ളാമല്ല, അങ്ങനെ ഫിക്സ് ചെയ്ത് തന്നെ ശ്വേതാ മേനോൻ ഇപ്പം അമ്മയുടെ പ്രസിഡന്റ് വരെ ആയി. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അനശ്വരം എന്ന് പറയുന്നത് എനിക്ക് മറക്കാനാവാത്തൊരു സിനിമയാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് മമ്മൂക്കയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ അനശ്വരത്തിൻ്റെ ഒക്കെ ഈ പറയുന്ന ആ ദിവസം ഈ ശ്വേതാ മേനോൻ വരാൻ ലേറ്റായ ദിവസം ഞാൻ മമ്മൂക്കയുടെ ഒരു ഫോട്ടോ എടുത്തു. അത് ഭയങ്കര രസമാണ് ഫോട്ടോ കാണാൻ. അത് ആ ലക്കം വെള്ളി നക്ഷത്രത്തിൻ്റെ കവറായിട്ട് വന്നു. അന്ന് 40 വയസ്സാണ് മമ്മൂക്കയ്ക്ക് ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ. മമ്മൂക്കയുടെ 70ാം പിറന്നാളിന് അതേ ഫോട്ടോ കലാകൗമുദിയുടെ കവർ അടിച്ചിരുന്നു വീണ്ടും. പക്ഷേ ഒരാൾക്ക് മനസ്സിലായില്ല ഈ പടം, കാര്യം അദ്ദേഹത്തിൻ്റെ മുഖത്തെ തേജസ്സിനൊരു അതുകൊണ്ട് ഇത് പഴയ പടമാണെന്നുള്ള ആർക്കും മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ 30 വർഷത്തിന് ശേഷം അതേ പടം തന്നെ വീണ്ടും കലാകൗമുദിയുടെ കവറിൽ വന്നു ആ പടം. ഈ നിർമ്മിച്ച സിനിമകളിൽ ഒരു ലോകപ്രശസ്ത ഛായാഗ്രാഹകനെ സംവിധായകൻ്റെ റോളിലേക്ക് കൊണ്ടുവന്നൊരു സിനിമയുണ്ടല്ലോ ആനന്ദഭദ്രം. അതെ, അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സീരിയൽ എടുത്തൊരു ചാനൽ ഒരു 30-31 ലക്ഷം രൂപ തരാണ്ട് ഒരു ഇതിലും കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും. എന്നെ MS ദിലീപ് മനോരമയുടെ വന്നു, രാജുചേട്ടന് ഇങ്ങനെ ഒരു വിഷമമുണ്ടല്ലോ, രാജുചേട്ടൻ എല്ലായിടത്തും കയറി ഇറങ്ങുന്ന ഇത് എങ്ങനെയെങ്കിലും. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണമെന്നുണ്ട്, ഇവരിങ്ങനെ പറ്റിച്ച അത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഇത്രയും മാസങ്ങളെ തരുന്നില്ല. കരിക്കയം ക്ഷേത്രം എന്നുണ്ട് തിരുവനന്തപുരത്ത്, അവിടെ പോയി നട തുറന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാവും. ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് പോയിട്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ പോയി അവിടെ ചെന്ന് ഈ പറഞ്ഞ ഒരു 2 നടയും തുറന്ന് കരിക്കാൻ അമ്മയെ തൊഴുത് പ്രാർത്ഥിച്ചു. എൻ്റെ വിഷമങ്ങളിതാണ്. കരഞ്ഞ് തന്നെ പറഞ്ഞു എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല, എന്ത് ചെയ്യുന്നതാണ്. വലിയ എമൗണ്ടല്ല അന്നത്തെ കാലത്ത് 2005 34 ലക്ഷം രൂപ. അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ വന്നു ഇരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ, രാജുചേട്ടാ ഞാൻ സുനിൽ പരമേശ്വരനാണ്, രാജുചേട്ടനൊരു ചാനൽ പൈസ തരാൻ പറ്റിച്ചല്ലേ. ഞാൻ പറഞ്ഞു അതെ പറ്റിച്ചു. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഭീമയുടെ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പറയാം, ഞാനാണ് അവിടെ ഏറ്റവും കൂടുതൽ പരസ്യം ചെയ്യുന്നത്. ഞാൻ അവരുടെ അടുത്ത് പറയാം ഞാൻ കൊടുക്കുന്ന പരസ്യങ്ങളിൽ പൈസ ഇനി രാജുചേട്ടനെ ഡീവേറ്റ് ചെയ്താൽ കടം തീർക്കണം. പിന്നെ അതുകൊണ്ട് രാജുചേട്ടൻ ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ ഓഫീസിൽ നിന്ന് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു, ഇത്ര രൂപ തരാനുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഫോണിൽ പറഞ്ഞത് തന്നെയാണ്, ഞാനിത് ചാനലിൽ പറഞ്ഞിട്ട് അവർക്ക് പരസ്യം കൊടുക്കണമെങ്കിൽ രാജുചേട്ടൻ അത് ക്ലിയർ ചെയ്യണം സംഭവം എന്നാണ്. അങ്ങനെ പോകാൻ നേരത്തെ പിന്നെ ഒരു കാര്യം, ഞാൻ അത് ചിലർ എഴുതുന്ന കൂട്ടത്തിലൊക്കെയാണ്. ഞാൻ എഴുതിയൊരു ബുക്കാണ് മനോരമ വീക്കിലിയുടെ അവാർഡിന് വേണ്ടിയിട്ട് എഴുതിയ സംഭവം. രാജുചേട്ടൻ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കും. അപ്പോൾ ഞാൻ ബുക്ക് വായിച്ചു. ഇത് വായിച്ചിട്ട് അഭിപ്രായം വേണ്ട, എൻ്റെ പൈസ കിട്ടാനുള്ളതല്ലേ. ഞാൻ അങ്ങനെ വായിച്ചപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി. ഞാൻ ഒരു 9-10 മണിയായിരുന്നു വായിച്ച് കിടന്നുറങ്ങി. എന്നാൽ വെളുപ്പിന് 5 മണിക്ക് അലാം വെച്ച് എണീറ്റ് ബാക്കി മുഴുവൻ വായിച്ചു. ഞാൻ ഞെട്ടിപ്പോയിട്ടോ, അതിഗംഭീര ഒരു സ്ക്രിപ്റ്റ് അത് വന്നിരിക്കുന്നു, ഭയങ്കര രസമാണ്. ഇതിങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ലല്ലോ മലയാളത്തിൽ. ഇങ്ങനെ 100 സിനിമയ്ക്കുള്ള മെറ്റീരിയൽസും ഉണ്ട്. ഞാൻ പിറ്റേ ദിവസം പുള്ളിയെ രാവിലെ കാണാൻ പോകും. ഞാൻ നിങ്ങൾ വായിച്ചു, ഇത് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കുന്നു, ഇത് സിനിമയാക്കും അല്ലെങ്കിൽ സീരിയലാക്കും, ഇത് ഏതെങ്കിലും ഒന്ന് ഞാൻ ആക്കിയിരിക്കും, ഇത് വേറെ ആർക്കും കൊടുക്കില്ല. മനോരമയുടെ ഗോൾഡ് മെഡൽ അവാർഡ് ഇതിനപ്പുറം വേറെ ഒരു നോവലിനും കിട്ടത്തില്ല, ബാക്കിയുള്ളത് ഞാൻ വായിച്ചത് നോക്കിക്കോളൂ എന്നുകൊണ്ട് ഈ ബുക്ക് തിരിച്ചു കൊടുക്കുന്നു. ഒരു 10,000 രൂപ അഡ്വാൻസ് കൊടുക്കുന്നു. ഞാൻ സന്തോഷം എന്നെ വിളിക്കുന്നു. അപ്പോൾ സന്തോഷം പറഞ്ഞ് ഞാൻ രാജു പറഞ്ഞ ഒരു കാസ്റ്റിംഗ് എല്ലാം ഓക്കെ. മറ്റേ ഒരു ഹിന്ദി നടിയെ കൊണ്ട് ഞാൻ ഇത് മതി, എനിക്കിതിനകത്ത് സജഷനുള്ള ഒരു കാര്യമാണ്, എൻ്റെ ഒരു പാറ്റേൺ വേറെയാണ് സംഭവം. അങ്ങനെയാണ് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരിയും MG രാജശേഖരൻ, പുള്ളിക്ക് ഏറ്റവും ബെസ്റ്റ് MG രാജശേഖരൻ വേണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ആ പാട്ട് എഴുതിയാണ് ആ പടം തുടങ്ങിയത്. ഈ പറഞ്ഞ മാതിരി അതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ് മാത്രം തന്നെ 13 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. പടത്തിനകത്ത് 5-6 പാട്ടുകളുണ്ട്, ഇത്രയും സീനും എല്ലാം കൊണ്ട് 42 ദിവസം കൊണ്ടാണ് സന്തോഷം ചെയ്തത്. ഒരു ക്യാമറമാൻ എന്ന രീതിയിൽ ഞാൻ വേറെ ആരെങ്കിലും കണ്ടിട്ടില്ല ഇങ്ങനെ മാജിക്ക്. പുള്ളിയുടെ ഒരു സ്പീഡും കാര്യങ്ങളും എന്തൂസിയാസും എന്തൊരു എനർജിയാണെന്നറിയാം. സന്തോഷിനെ വെച്ചെടുത്ത ആ പടം ഇനിയും കൊതിയുണ്ട് സന്തോഷിനൊക്കെ പടം എടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ടൊരു നിർമ്മാതാവിനെ സംവിധായകനാക്കിയൊരു സിനിമ, അതിലൂടെ മകനൊരു വില്ലൻ റോളും കൂടെ. പിന്നെ രജപുത്രൻ ഞാൻ പരിചയപ്പെടുന്നത് ഏതൊരു പടത്തിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണ്. പിന്നെ പുള്ളി ആദ്യം ഡയറക്റ്റ് ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർമ്മിച്ച പടം തന്നെ. അതിനകത്ത് വേറെ ആരെയും കിട്ടാത്തതുണ്ട് എന്ന് നിരഞ്ജ് അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞു. നിരഞ്ജൻ്റെ ചെറിയ വേഷമാണ്. അപ്പോൾ നിരഞ്ജൻ്റെ മരണം ഇറങ്ങി നല്ല പേരായി നന്നായിട്ട് പോകുന്നു. രഞ്ജിത്തിൻ്റെ പിന്നെ കുറേ പോലീസ് സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ തുടരും ഭയങ്കര ഹിറ്റുമായി എനിക്ക് നല്ല ഉഗ്രം വേഷം തന്നു. ഈ വർഷങ്ങളായിട്ട് മലയാള സിനിമാ രംഗത്ത് കേൾക്കുന്ന 2 വാക്കുകളാണ് ഈ സംവിധായകൻ്റെ തൊപ്പിയും മേലങ്കിയും. അത് ഇതുവരെ അണിയണം തോന്നിയിട്ടില്ലേ? ഇല്ല, കാര്യം അത് ഇതിനൊക്കെ ഞാൻ പറയും, ഞാനൊരു എടുത്തുചാട്ടക്കാരനും വെപ്രാളവും ഒരു പൊതുവെ എല്ലാത്തിനും ഭയമൊക്കെ ഉള്ളതാണ്. ഒരു സംവിധായകന് കുറച്ചുകൂടെയൊക്കെ മെച്യൂരിറ്റിയും ഒരു ക്ഷമയും ഒക്കെ വേണം. അപ്പോൾ ഇത് 50ാമത്തെ വർഷമാണിത്. നമുക്കിത് ആഘോഷിക്കണ്ടേ 50ാം വർഷം? എനിക്കെന്ത് നിങ്ങളില്ലാതെ എനിക്കെന്തൊന്നും ആഘോഷം പോലെ ഞാനല്ലേ ഇത് ആഘോഷിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരത് ആഘോഷിക്കുമെങ്കിൽ അതിൽ പങ്കെടുക്കുന്നുള്ള. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തിൽ വളരെ ഗംഭീരമായ ഒരു ചടങ്ങിൽ
എത്രയും പെട്ടെന്ന് അടുത്ത് കാണാം. ഓ സന്തോഷം. താങ്ക് യു.